കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും വളരെ പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഇതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. ശർക്കര പൊടിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇപ്പോൾ ഒരു 4 ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല റവയാണ്. പിന്നെ ഏലക്ക ഇട്ട് കൊടുത്തു. ഇനി 1 കപ്പ് പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് പാല് ചേർത്ത് അരച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ കിട്ടിയത്. ഇനി ഇതൊരു ബോളിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ചുകൂടി ലൂസാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനു വേണ്ടി ഒരു 2 ടേബിൾ സ്പൂണോളം പാല് തന്നെ ഒഴിച്ചു കൊടുക്കാം ലൂസാക്കാൻ വേണ്ടി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടി പിഞ്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പിടി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്കിത് 2 രീതിയിൽ തയ്യാറാക്കാം കേട്ടോ. ഒന്നല്ലെങ്കിൽ ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്തതുപോലെയാണെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം ബട്ടറാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഈ ചട്ടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആ ഒരു നെയ്യ് മെൽറ്റായി വരുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ രീതിയിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു തവി വെച്ച് ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 8 മിനിറ്റോളമാണ് ഞാനിവിടെ കുക്ക് ചെയ്യാൻ എടുത്തത്. ഒരു വശം കുക്കായി വരുമ്പോൾ പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.